ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് പാനസോണിക്കിൻ്റെ 55 ഇഞ്ച് 4K ടിവിയുടെ ഡിസ്പ്ലേ മാറുന്ന വീഡിയോ ആണ്. ഈ ഒരു ടിവിയുടെ കംപ്ലൈൻറ്റ് പിക്ചർ ഇല്ലാത്തായിരുന്നു. അതായത് ബാക്ക് ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യും, പിക്ചർ വരില്ല, നോ പിക്ചർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഡിസ്പ്ലേയുടെ ഒരു സൈഡ് ഷോർട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഷോർട്ടുള്ളത് മാറ്റിയതിന് ശേഷം ഓണാക്കി നോക്കിയപ്പോൾ ഇതാണ് കണ്ടീഷൻ. താഴെ വാട്ടർ സൈഡിൽ നിങ്ങൾക്ക് കാണാം കുറേ കളേർഡ് ആയിട്ടുള്ള ലൈൻസുകളുണ്ട്. അത് ഏകദേശം ഒരു ഇഞ്ച് വീതി കൂടുതലുണ്ട്. അത് കുറേ ലൈനുകളും ഉണ്ട് അവിടെ. അതുപോലെ തന്നെ പിക്ചറിൻ്റെ നമ്മൾ ടി വി കാണുന്നതിൻ്റെ വലത് സൈഡിലായിട്ട് കളർ കുറവാണ്. അതായത് റൈറ്റ് സൈഡിൽ പിക്ചർ വരുന്ന സമയത്ത് കളർ വളരെ കുറവാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. റൈറ്റ് സൈഡിൽ ഒരുപാട് പിക്ചറുകൾ വർക്കിംഗ് അല്ല, അതുകൊണ്ടാണ് അവിടെ കളർ കുറവായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു ചോദിച്ചാൽ പിക്സലുകൾ ഷോർട്ട് ആകുമ്പോഴാണ് ഇങ്ങനെ പിക്ചർ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, വീഡിയോ കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ കറക്റ്റ് കളർ കാണാം. ഓരോ റെഡ് ആയാലും ബ്ലൂ ആയാലും കറക്റ്റായിട്ട് കാണാൻ പറ്റും. പക്ഷേ വലത് സൈഡിൽ കളർ വളരെ കുറവാണ്. അപ്പോൾ അതിനർത്ഥം ആ വലത് സൈഡിലുള്ള പിക്സലുകൾ കംപ്ലീറ്റ് വർക്കിംഗ് അല്ല. അതായത് ആ ഷോർട്ടായിരിക്കുന്ന പിക്സൽ നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് ഈ പിക്സൽ ആൾറെഡി ഇപ്പോൾ പിക്ചർ വന്നത്. ഈ പിക്ചർ വരാതിരിക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു പിക്സലുകൾ നമ്മൾ ഒഴിവാക്കിയപ്പോഴാണ് ഇതിനകത്ത് പിക്ചർ വന്നത്. പക്ഷേ അങ്ങനെ വന്ന സമയത്ത് കളർ കുറവാണ്. അപ്പോൾ ഇങ്ങനെ കളർ കുറവാണെങ്കിൽ നമുക്ക് ആ എൻ്റയർ പാനൽ മാറല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വലത് സൈഡിൽ ഫുൾ ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാണ് പിക്ചർ വരുന്നത്. അപ്പോൾ ഈ കസ്റ്റമർ ഇത് പറഞ്ഞപ്പോൾ കസ്റ്റമർ ഡിസ്പ്ലേ മാറിക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്പ്ലേ മാറുന്നത്. അപ്പോൾ ഇങ്ങനെ മാറുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ നമ്മളിവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് പാനലിലാണ് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വരുന്നത് കൂടുതൽ, അല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം, ഇതിന് എന്താണ് സൊല്യൂഷൻ എന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ മാറ്റി കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ ആയിട്ടുള്ള LGയോ അല്ലെങ്കിൽ BOയോ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യുന്നത് LGയുടെ ഡിസ്പ്ലേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ടി വി നമ്മൾ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ടി വി മാറുകയാണോ വേണ്ട, അതോ ഡിസ്പ്ലേ മാറ്റി അപ്ഗ്രേഡ് ചെയ്തിട്ട് ഉപയോഗിക്കണം നല്ലത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, എന്തായാലും റിപ്ലൈ തരും. ഇവിടെ നമ്മളിത് അഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് കണ്ടത് ST പാനലാണ്. അതായത് TCL MIയിലൊക്കെ ഓൺലൈൻ ടി വികളിൽ കൂടുതലും വരുന്നൊരു പാനലാണ് ST പാനലാണ് കണ്ടുള്ളത്. അപ്പോൾ ഈ ST പാനൽ ശരിക്കും പറഞ്ഞൊരു VA പാനലാണ്. അതായത് വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ പിക്സലുകൾ. 2-3 ടൈപ്പ് ഡിസ്പ്ലേ ഉണ്ട്, ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. VA പാനുണ്ട്, IPS പാനുണ്ട്, A+ ഗ്രേഡ് പാനുണ്ട്. അപ്പോൾ A+ ഗ്രേഡിൽ വരുന്നതാണ് BOE പാനലൊക്കെ. LGയിൽ വരുന്നത് IPS ആണ്. അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ IPSും അതുപോലെ A+ ഗ്രേഡ് ഡിസ്പ്ലേ ആയിട്ടുള്ള BOE ആണ്. അപ്പോൾ ഈ VA പാനലുകൾക്കാണ് കൂടുതലും ഈ കംപ്ലയിൻറ്റ് പെട്ടെന്ന് വരാറുള്ളത്. അതായത് പിക്സലുകൾ ഇങ്ങനെ ഷോർട്ട് ആകുമ്പോൾ പിക്സൽ കാണാതെ വരും. അപ്പോൾ അത് നമുക്കൊരു ചിലതിലൊക്കെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു 6 മാസമോ അല്ലെങ്കിൽ ചിലതൊക്കെ 1 year വരെ കിട്ടാറുണ്ട്. പക്ഷേ അങ്ങനെ റിപ്പയർ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഒരു സൈഡിൽ കളറോ മിസ്സാവുകയോ അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പിക്സൽ അവിടെ പോയതായിട്ടൊക്കെ നമുക്ക് നോട്ടീസ് ചെയ്യാം. പക്ഷേ ഓവറാൾ പിക്ചർ വരുമ്പോൾ അത് അത്ര നമ്മൾ നോട്ടീസ് ചെയ്യില്ല. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്ത സമയത്ത് റൈറ്റ് സൈഡിൽ കളർ ഒരുപാട് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മളത് റീപ്ലേസ് ചെയ്യുന്നത്. പിന്നെ ചില ആളുകൾക്കുള്ള ഡൗട്ടാണ്, ഇത് റീപ്ലേസ് ചെയ്യുന്നതൊക്കെ നല്ല പുതിയ ടി വി എടുക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ പുതിയ ടി വി എടുക്കുന്ന സമയത്ത് VA പാനലുള്ള ടി വിയാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ആകുമ്പോൾ ഇതേ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ഈ ഒരു ടി വിയിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അതായത് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്ത് LGയോ അല്ലെങ്കിൽ BOയോ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് LGയുടെ 6+6 കോഫ് വരുന്ന ഡിസ്പ്ലേ ആണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ടി വി മാറാതെ തന്നെ നല്ല പ്രീമിയം ഡിസ്പ്ലേ ഇതിനകത്ത് വരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്തായാലും കളർ ഇമ്പ്രൂവ്മെൻറ്റ്സും അതുപോലെ ക്ലാരിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തായാലും വരും. 100% ഉറപ്പാണ്. നിങ്ങൾക്ക് അവസാനത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പിക്ചറിൻ്റെ ഡെപ്ത് കൂടുന്നു വെച്ചാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന പാനൽ LGയുടെ IPS ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൻ്റെ ടെക്നോളജി തന്നെ വ്യത്യാസമുണ്ട്. കുറച്ച് ഹാർഡും ആയിരിക്കും. അതുപോലെ ഇൻപ്ലെയിൻ സ്വിച്ചിങ് ആണ് ടെക്നോളജി. അതായത് IPS പാനലിൻ്റെ ഫുൾ ഫോം അതാണ്, ഇൻപ്ലെയിൻ സ്വിച്ചിങ് എന്നാണ് അതിന് പറയുക. അത് നമ്മൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും പിക്ചർ ഒരേ കളറും ഒരേ വ്യൂ ആയിരിക്കും. നേരെ മനസ്സ് VA പാനലാണെങ്കിൽ നമ്മൾ സൈഡിലോട്ട് പോകുന്തോറും കളർ കുറഞ്ഞു അതുപോലെ ഒരു ഫെയ്ഡായിട്ടൊക്കെ കാണാം. ലാപ്പിൻ്റെയൊക്കെ സ്ക്രീൻ നോക്കുന്നവർക്ക് അറിയാം. ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ പിക്ചർ കാണത്തക്ക രീതിയിൽ അതിനൊരു ബ്ലറായിട്ടൊക്കെയാണ് കാണാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജ് പോലെയൊക്കെ കാണാം. അപ്പോൾ അത് വരുന്നത് കൂടുതലും VA പാനലുകൾക്കാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് റേഞ്ച് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഒട്ടുമിക്ക കമ്പനികൾ VA പാനൽ ഇങ്ങനത്തെ ഇത്തരം ടിവികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മാറുന്ന സമയത്ത് നമുക്ക് LGയോ അല്ലെങ്കിൽ BOയോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പിക്ചർ ക്വാളിറ്റിയിലും അതുപോലെ ലൈഫിലും നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ സാധിക്കും. ഇവിടെ നമ്മൾ അതിൻ്റെ TVയുടെ പഴയ ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് മാറ്റി പുതിയ ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 പേര് കൂടെ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒറ്റയ്ക്കും ചെയ്യാം, പക്ഷേ ഒന്നുകൂടെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് 2 ആൾ കൂടെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ടാണ് ഇതിനകത്ത് ആ ഒരു ഫ്രെയിമിനകത്ത് ഇത് വെച്ചിട്ടുള്ളത്. സൈസ് എല്ലാം കറക്റ്റാണ്, വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ കോഫിൻ്റെ എണ്ണം നേരത്തെ ഉണ്ടായിരുന്ന പാനലിൻ്റെ അത്ര 6+6 വരുന്ന 12 കോഫ് വരുന്ന ഡിസ്പ്ലേ തന്നെയാണ് നമ്മളിവിടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്.
ഡിസ്പ്ലേയുടെ പുറത്തുള്ള ഒരു സ്റ്റിക്കർ, ബാർകോഡുള്ള സ്റ്റിക്കർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ഡിസ്പ്ലേ ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനകത്തുള്ള നമ്പർ, പാർട്ട് നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഡിസ്പ്ലേ പുതിയ ടിവിയിലൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വിരലുകൊണ്ട് തട്ടി നോക്കിക്കഴിഞ്ഞാൽ VA പാനൽ ആണെങ്കിൽ അവിടെ കളർ ചേഞ്ച് ആവും. അതായത് പിക്ചറിൻ്റെ കളറും അതുപോലെ മൊത്തത്തിലൊരു വൈറ്റ് കളർ അവിടെ കയറി വരും. പക്ഷേ IPS പാനലിലും അതുപോലെ A+ സ്ക്രീനിലും അത് കാണില്ല. കാരണം ഡിസ്പ്ലേ കുറച്ചുകൂടെ ഹാർഡായിരിക്കും. അതുകൊണ്ടാണ് അത് ലൈഫ് കൂടാനും അതുപോലെ ക്ലാരിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനും കാരണം. അത് നിങ്ങളെപ്പോഴും ഓർത്ത് വയ്ക്കുക. നല്ല പാനൽ സെലക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. VA പാനലുകളെല്ലാം തന്നെ മോശമാണെന്ന് ഒരിക്കലും ഇവിടെ പറയുന്നില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. 4K ടിവികളിൽ 55 ഇഞ്ചിൽ കുറച്ച് കംപ്ലയിൻറ്റ്സ് കൂടുതലാണ്. തൊട്ട് മുമ്പത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, VUവിൻ്റെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ. അതിനകത്ത് ഉപയോഗിച്ചുള്ളത് VA പാനലാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം ഇതാണ്, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കളർ നെഗറ്റീവ് പോലെയൊക്കെ തോന്നും, ഫ്രണ്ടിൽ നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. പക്ഷേ ലൈഫ് നോർമലി 4 വർഷം 5 വർഷം വരെയൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ എന്ന് കരുതി എല്ലാ VA പാനലും അത്തരത്തിൽ കിട്ടണമെന്നില്ല. 4K ടിവികളിൽ ഈ പറഞ്ഞ പോലെ VA പാനൽ കംപ്ലയിൻറ്റ്സ് കുറച്ച് കൂടുതലാണ്. ഒരു 2.5 വർഷം ചിലതൊക്കെ 3 വർഷം ആകുമ്പോൾ തന്നെ കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ ലൈഫും അതുപോലെ ഈ പിക്ചർ ക്വാളിറ്റി നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് ആൾറെഡി ചെയ്ത് നമ്മളങ്ങനെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ടീക്കം ബോർഡിൻ്റെ അതേ സൈഡിൽ തന്നെയാണ് പുതിയതായിട്ട് വെക്കാൻ പോകുന്ന LGയുടെ ടീക്കം ബോർഡിനകത്ത് സപ്ലൈ വരുന്നത്. അപ്പോൾ നമ്മൾ ആകെ ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ മദർ ബോർഡിൽ നിന്നും ടീക്കോൺ ബോർഡിലോട്ടുള്ള LVDS കേബിൾ മാത്രമാണ്. അപ്പോൾ അതിവിടെ ചേഞ്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ടീക്കോൺ ബോർഡിനകത്ത് ലോക്കാണ്, അതായത് ഇങ്ങനെ കണക്ടറല്ല വരുന്നത്, ലോക്കാണ്. നമ്മൾ അതിനകത്തോട്ട് കയറ്റി വെച്ച് ലോക്ക് ചെയ്യുന്ന ടൈപ്പാണ് വരുന്നത്. പക്ഷേ പുതിയ ടീക്കം ബോർഡിൽ വരുന്നത് ക്ലിപ്പാണ്. അപ്പോൾ നമ്മൾ LVDS കേബിൾ മാറി ഒരറ്റത്ത് ക്ലിപ്പും ഒരറ്റത്ത് പ്ലെയിൻ ആയിട്ടുള്ള LVDS കേബിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മദർ ബോർഡിനകത്തോട്ട് വരുന്നത് ക്ലിപ്പ് ഇങ്ങനെ കണക്ടർ ലോക്ക് ചെയ്യുന്ന ടൈപ്പും ടീക്കോൺ ബോർഡിനകത്ത് വരുന്നത് കണക്ടറുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കേബിൾ നമ്മളവിടെ മാറിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ടീക്കോൺ ബോർഡിൽ നിന്ന് സ്കേലാർ ബോർഡിലോട്ടും ഒരു 96 പിന്നിൻ്റെ FFC കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ അത് 2 എണ്ണമാണ് വരാറുള്ളത്, പക്ഷേ ഇവിടെ ഈ പാനലിന് 1 എണ്ണമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ആ ടീക്കോൺ ബോർഡ് ആ ബോഡിയിൽ കറക്റ്റായിട്ട് തന്നെ സ്ക്രൂ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനകത്തുള്ള നേരത്തെ ഉണ്ടായിരുന്ന ടീക്കോൺ ബോർഡ് അതേ ആ ഒരു സ്പേസിൽ തന്നെയാണ് പുതിയ ടീക്കോൺ ബോർഡും വെക്കുന്നത്. ടീക്കോൺ ബോർഡ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം ആ ഒരു സ്കേലാർ ബോർഡ് നമ്മൾ ബോഡിയായിട്ട് കറക്റ്റായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കണം. അത് ഒരിക്കലും ഇളകി വരാത്ത രീതിയിലോ അല്ലെങ്കിൽ അത് ഷെയ്ക്ക് ആവാത്ത രീതിയിലോ വേണം ഒട്ടിക്കാൻ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തും അത് സർവീസ് ചെയ്ത് വയ്ക്കുന്ന സമയത്തും ബാക്ക് ലൈറ്റ് മാറി വയ്ക്കുന്ന സമയത്ത് ഡിസ്പ്ലേയുടെ ഈ ഒരു പാർട്ടുകൾ ഇളകാത്ത രീതിയിൽ വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ നിങ്ങളെല്ലാവരും പറയുന്നത്, പല കസ്റ്റമേഴ്സും പറയുന്നുണ്ട്, അത് ശരിയുള്ള കാര്യമാണ്, തെറ്റാണെന്ന് ഒരിക്കലും പറയുന്നില്ല, മുമ്പത്തെ ടിവിയിലത്തെ ലൈഫ് ഇപ്പോഴത്തെ ടിവികൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഡിസ്പ്ലേ പെട്ടെന്ന് തന്നെ പോകുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നേരത്തെ ഉപയോഗിച്ചിരുന്ന എല്ലാം തന്നെ ഫുൾ HD റെസൊല്യൂഷനിലാണ് മാക്സിമം വന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ടാണ് 4K ടിവികളും കൂടുതലായിട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ 4K ടിവികളിൽ പിക്സലുകളുടെ എണ്ണം കൂടുതലാണ്. അതായത് 4K റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ റെസൊല്യൂഷൻ കൂടി, അപ്പോൾ പിക്സലുകൾ സ്വാഭാവികമായിട്ട് കൂടേണ്ടി വരും. അപ്പം അങ്ങനെ കൂടുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റേർണലി വരുന്ന ടെമ്പറേച്ചർ എന്തായാലും കൂടും. പിക്സൽ നമ്മൾ അടുത്തടുത്ത ഗ്യാപ്പുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ പിക്സലിൽ ഷോർട്ടായിട്ട് പിക്ചറുകൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് മെയിൻ റീസൺ, അതായത് ഡിസ്പ്ലേ പോകാനുള്ള മെയിൻ റീസൺ. അത് ഓരോ ഡിസ്പ്ലേയിലും ഡിഫറെൻറ്റ് രീതിയിലുള്ള കംപ്ലയിൻസുകളാണ് വരിക. അപ്പോൾ അത് കുറവുള്ള ഡിസ്പ്ലേകളാണ് ഈ A+ ഗ്രേഡ് ഡിസ്പ്ലേ, അതുപോലെ LGയുടെ IPS ഡിസ്പ്ലേ. എന്നിട്ട് ഈ ഡിസ്പ്ലേക്ക് കംപ്ലയിൻ്റ് ഇല്ലെന്നല്ല, പക്ഷേ നോർമലി ഉള്ള VA പാനലിൻ്റെ ഡിസ്പ്ലേ 55-ൻ്റെ 4K അല്ലെങ്കിൽ 43-യുടെ 4K ഡിസ്പ്ലേകളും കുറച്ചുകൂടെ ലൈഫ് ഈ ഡിസ്പ്ലേക്ക് കൂടുതലാണ്. ലൈഫിനോടൊപ്പം തന്നെ ആ ക്ലാരിറ്റിയും നമുക്ക് ആ വ്യൂവിങ് ആംഗിളും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ലൈഫുകൾ തമ്മിലൊരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നിലവിലിപ്പോൾ 4K ടിവികളുടെ ലൈഫ് അല്ലെങ്കിൽ മാക്സിമം എത്ര കിട്ടുമെന്ന് വെച്ചാൽ 6 വർഷം വരെയൊക്കെ തന്നെയാണ് മിനിമം നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്ന ടിവികളും ഉണ്ട്. അപ്പോൾ ഒരു മിനിമം ലൈഫ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 6 വർഷമൊക്കെയാണ്. അപ്പോൾ നമുക്ക് വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് ഏതാണ് ഡിസ്പ്ലേ അറിയില്ലെങ്കിൽ പോലും അത് കംപ്ലയിൻ്റ് ആയി അല്ലെങ്കിൽ വേറെ ടി വി എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിൽ ആദ്യം ഇത്തരത്തിലൊരു കാര്യം ചെക്ക് ചെയ്യുക. അതിനകത്ത് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ LGയോ അല്ലെങ്കിൽ A+ ഗ്രേഡ് ഡിസ്പ്ലേയുടെ BO അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈഫ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ സെൻസറൊക്കെ കണക്ട് ചെയ്ത് TV ഒന്ന് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം അത് ബൂട്ടായി വന്നപ്പോൾ അതിൻ്റെ ലോഗോയൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളിതിനകത്ത് വേറെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ ഡയറക്റ്റ് ജസ്റ്റ് കണക്ട് ചെയ്തപ്പോൾ തന്നെ പിക്ചറെല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ചില ടിവികളിൽ ഇത്തരത്തിൽ ഡുവലായിട്ട് കാണാറുണ്ട്. അതായത് ഈ പാനസോണിക് എന്നുള്ള 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണും. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് നമ്മളൊന്നെങ്കിൽ ആ ടീക്കോൺ ബോർഡിനകത്തുള്ള അതിനെ IC പ്രോഗ്രാം ചെയ്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കേസിൽ നമുക്ക് ഡുവൽ ഓപ്ഷൻ മാറ്റാനുള്ള ഒരു കൺവേർഷൻ ബോർഡുകൾ കിട്ടാറുണ്ട്. അത് വെച്ചിട്ടും ഈ പ്രശ്നം പരിഹരിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അതൊന്നും ആവശ്യം വന്നില്ല. നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തപ്പോൾ തന്നെ പിക്ചർ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് കാണുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് റിപ്പയർ ചെയ്യാൻ പറ്റും ശ്രമിച്ചു നോക്കുക. അപ്പോൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് ചോദിക്കുക, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം നാൾ കിട്ടും, അല്ലെങ്കിൽ സാധ്യതയുണ്ടോ, കുറച്ചധികം കിട്ടാൻ സാധ്യതയുണ്ടോ
ഇനി അതും അല്ലെങ്കിൽ ഇതിനകത്ത് കളർ ചേഞ്ച് ഒരുപാടധികം, അതായത് നല്ല രീതിയിൽ കളർ ഡിഫറൻസ് വരും, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വരും, ചെക്ക് ചെയ്യുക. അങ്ങനെ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ മാറുന്നതന്നെയാണ് നല്ലത്. അല്ല കുറച്ചൊക്കെ ഒരു മിനിമം ഓവറോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറച്ചൊക്കെ അധികം നാൾ കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബഡ്ജറ്റും ഓക്കെ ആണെങ്കിൽ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം. രണ്ടാമത് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്താലും മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ കംപ്ലൈൻ്റ് ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത പിക്ചറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതും നല്ലതാണ്. പക്ഷേ അത് എത്ര നാളും കിട്ടും എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 3 മാസം കിട്ടുമായിരിക്കും, ചിലപ്പോൾ 6 മാസം. അപ്പോൾ അതൊരു ഉറപ്പില്ലാത്ത കേസാണ്. അത് സർവീസിന് ആർക്കും അത് ഉറപ്പായിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഒരുപാട് മെത്തേഡിൽ നമുക്ക് ഈ റിപ്പയറിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന രീതി ഡിഫറൻ്റ് ആണ്. പക്ഷേ എങ്ങനെ ചെയ്താലും അധികം ലൈഫില്ല. അപ്പോൾ അങ്ങനെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യുക, അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ പുതിയ ടി വി വാങ്ങിക്കാതെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആയിട്ടുള്ള LGയും BOയും നിങ്ങളുടെ ടി വിയിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നല്ല ക്ലാരിറ്റിയോട് കൂടെ തന്നെ നിങ്ങൾക്ക് ടി വി കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നോർമലി ഉള്ള VI പാനലിനേക്കാൾ ക്ലാരിറ്റിയും കൂടുതലായിരിക്കും, അതുപോലെ കുറച്ചധികം ലൈഫും കൂടുതൽ പുതിയ വരുന്ന LG അല്ലെങ്കിൽ IPS ഡിസ്പ്ലേക്കോ അല്ലെങ്കിൽ A+ ഗ്രേഡ് ഡിസ്പ്ലേക്കോ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡിസ്പ്ലേ എടുത്തെടുത്ത് പറയുന്നത്. അല്ലാതെ VI പാനലെല്ലാം മോശമാണെന്ന് ഒരിക്കലും വീഡിയോസിൽ പറയുന്നില്ല. 4K ടിവികളിൽ കുറച്ചധികം കംപ്ലയിൻറ്റ്സ് കൂടുതലാണ് VI പാനൽ, കാരണം അത് കട്ടി കുറവാണ്. അപ്പോൾ ഡിസ്പ്ലേകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ചൂട് അത് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ പിക്സലുകൾ നമ്മൾ ആർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഷോർട്ട് ആവുന്നതാണ് ഈ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം. A+ ഗ്രേഡ് ഡിസ്പ്ലേയിലെ BOയ്ക്കും IPS ഡിസ്പ്ലേയിലെ LGക്കും ഈ VI പാനലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് തിക്നെസ്സും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയും കുറച്ച് കുറവാണ്. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ടി വി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ഡെമോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ VI പാനൽ മാറി അത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ LGയോ അല്ലെങ്കിൽ BOയോ അവിടെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറയാനുള്ള റീസൺ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്ഥലം വരുന്നത് കൊച്ചിയിൽ കടവന്ത്രയാണ്. അപ്പോൾ നമ്പർ വീഡിയോയുടെ അവസാനം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഈ ഹാർഡ് പാനൽ അല്ലെങ്കിൽ A+ ഗ്രേഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ LGയുടെ IPS ആണോ അല്ലെങ്കിൽ നല്ല ഡിസ്പ്ലേ ആണോ എങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് വിരൽ കൊണ്ട് ആ സ്ക്രീനകത്ത് ഓൺ ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കളർ ചേഞ്ച് ആവുമോ അല്ലെങ്കിൽ വെള്ള കളർ ഫോം ആവുമോ ചെയ്യുന്നില്ല എങ്കിൽ നല്ല ഡിസ്പ്ലേ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഡിസ്പ്ലേക്ക് ലൈഫ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ടി വി എടുക്കുന്ന സമയത്ത് ഈ ബാർകോഡോ അതിനകത്ത് സ്റ്റിക്കറൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കാം. എന്ന് ഒരുപാട് തട്ടരുത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിട്ട് LGയോ അല്ലെങ്കിൽ BOയുടെ A+ ഗ്രേഡ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഈ പറഞ്ഞ പാനലുകൾ മാറുകയാണെങ്കിൽ പിക്ചർ ക്വാളിറ്റിയിലും അതുപോലെ ക്ലാരിറ്റിയിലും നല്ല രീതിയിൽ വ്യത്യാസം വരും. ഈ OLEDയും QLEDയും തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ QLEDക്ക് സെപ്പറേറ്റ് ബാക്ക് ലൈറ്റ് ഉണ്ടാവും, ഡിസ്പ്ലേ സെപ്പറേറ്റ് ആയിരിക്കും. OLEDയിൽ എന്ന് പറയുന്നത് അതെല്ലാം ഒരുമിച്ചാണ്. അതായത് പിക്സലുകൾ ഓൺ ആവുന്ന സമയത്ത് മാത്രമേ അവിടെ ലൈറ്റും ഒരുമിച്ചാണ് വരുന്നത്, അത് സെപ്പറേറ്റ് ബാക്ക് ലൈറ്റ് ഇല്ല. അപ്പോൾ അത് അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ IPS ഡിസ്പ്ലേ എല്ലാ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും ഒരേ പിക്ചറായിരിക്കും. അതാണ് നേരത്തെ നമ്മൾ സൈഡിൽ നിന്ന് വീഡിയോ കാണിച്ചത്. എല്ലാ സൈഡിൽ നോക്കുമ്പോൾ ഒരേ കളറും ഒരേ പിക്ചറും ആയിരിക്കും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ഏത് ആംഗിളിൽ നോക്കുമ്പോൾ അതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കിത് ഡിസ്പ്ലേ ഏതാണെന്ന് നല്ല ക്വാളിറ്റിയിലാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ആ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.